LP, UP, KTET, HSA മുതലായ PSC പരീക്ഷകൾക്ക് പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സപ്പോർട്ട് തന്നെയാണ് റാങ്ക് അപ്പ് എന്ന യൂട്യൂബ് ചാനൽ. സൈക്കോളജിയിൽ ഏറെ പ്രയാസമെന്ന് തോന്നുന്ന ഭാഗങ്ങളെ വളരെ ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയാണ് റാങ്ക് അപ്പ് എന്ന യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഈ ചാനൽ പ്രയോജനപ്പെടുന്നതായി തോന്നിയാൽ നിങ്ങളുടെ അനുഭവം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീരേഷ്മ. റാങ്ക് അപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സൈക്കോളജിയിലെ തന്നെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് പാരമ്പര്യവും പരിസരവും എന്ന് പറയുന്ന ടോപ്പിക്ക്. പാരമ്പര്യവും പരിസരവും. എന്താണ് പാരമ്പര്യം? എന്താണ് പാരമ്പര്യത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന നിയമങ്ങള്, പ്രധാന പാരമ്പര്യവാദികള്, പാരമ്പര്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങള്, പാരമ്പര്യത്തെ പറ്റി ആദ്യമായി പഠനം നടത്തിയ വ്യക്തി, ദെൻ പാരമ്പര്യത്തിന്റെ പിതാവ്, ഈ വസ്തുതകളാണ് നമ്മൾ പാരമ്പര്യം എന്ന ടോപ്പിക് എടുക്കുമ്പോൾ ആദ്യമായിട്ട് കവർ ചെയ്യേണ്ട ഏരിയകൾ. നമുക്ക് ഓരോന്നായിട്ട് പോകാം. ഒന്നാമതായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ് പാരമ്പര്യം? വാട്ട് ഈസ് ഹെറിഡിറ്റി? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹെറിഡിറ്റി? എന്താണ് പാരമ്പര്യം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എന്തായിരിക്കും പാരമ്പര്യം? മാതാവിൽ നിന്നും പിതാവിൽ നിന്നും വംശത്തിൽ നിന്നും, മാതാവിൽ നിന്നും പിതാവിൽ നിന്നും പിതാമഹരിൽ നിന്നും വംശത്തിൽ നിന്നും ആർജിച്ചെടുത്ത സാമൂഹികവും ശാരീരികവുമായ എല്ലാ സ്വഭാവ സവിശേഷതകളും അടങ്ങിയ ഘടകത്തെ വിളിക്കുന്ന പേരാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. മാതാവിൽ നിന്നും പിതാവിൽ നിന്നും വംശത്തിൽ നിന്നും ആർജിച്ചെടുത്ത എല്ലാ സാമൂഹികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ ഘടകങ്ങളുടെയും ആകെ തുകയെ വിളിക്കുന്ന പേരാണ് പാരമ്പര്യം എന്നത്. പാരമ്പര്യത്തെ പറ്റി ആദ്യമായി പഠനം നടത്തിയ വ്യക്തി ആര്? പാരമ്പര്യത്തെ പറ്റി ആദ്യമായിട്ട് പഠനം നടത്തിയ വ്യക്തിയാണ് ഫ്രാൻസിസ് ഗാൾട്ടൺ. ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ് പാരമ്പര്യത്തെ പറ്റി ആദ്യമായി പഠിച്ചത് അല്ലെങ്കിൽ പഠനം നടത്തിയ വ്യക്തി. എന്നാൽ ആരാണ്? ഹു ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് ജെനറ്റിക്സ്? ജെനറ്റിക്സിന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഗ്രിഗർ മെന്റൽ. ആരാണ്? ഗ്രിഗർ മെന്റൽ. ഓക്കെ. അപ്പൊ പാരമ്പര്യവാദി എന്ന് പറയുന്ന അല്ലെങ്കിൽ പാരമ്പര്യത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഗ്രിഗർ മെന്റൽ എന്ന് പറയുന്ന വ്യക്തി. ക്ലിയർ ആണല്ലോ രണ്ട് വസ്തുതകള്? ഓക്കെ, നമുക്കിനി അടുത്ത് നോക്കാം പ്രധാനമായിട്ടും പാരമ്പര്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന്. പാരമ്പര്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇതൊക്കെയാണ്: ലിംഗം, ബുദ്ധിശക്തി, ഗ്രന്ഥികൾ. ലിംഗം, ബുദ്ധിശക്തി, ഗ്രന്ഥികൾ, വംശം മുതലായവയാണ് പാരമ്പര്യത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് നോക്കിയേ, പാരമ്പര്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നവയാണ്. ലിംഗം, ബുദ്ധിശക്തി, ഗ്രന്ഥികൾ, വംശം മുതലായവയാണ് പാരമ്പര്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന വസ്തുതയാണ് പാരമ്പര്യവാദികൾ ആരൊക്കെ എന്നുള്ളത്. പ്രധാനപ്പെട്ട പാരമ്പര്യവാദികളെ നമുക്ക് പരിചയപ്പെടാം. ഫ്രാൻസിസ് ഗാൾട്ടൺ, ഗ്രിഗർ മെന്റൽ, ലാമാർക്ക്, ഷോബിംഗർ, ഡ്യൂഗ് ഡാൾട്ടർമാൻ, ഹെൻറി ഗോദാർഡ്, റിസ്മാൻ, ചാൾസ് ഡാർവിൻ. ശ്രദ്ധിക്കുക, പ്രധാനമായിട്ടും 8 പേരുടെ പേരുകളാണ് ഞാൻ ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് പാരമ്പര്യവാദികൾ എന്ന പേരിൽ. ഒന്നാമത്തേത് ഫ്രാൻസിസ് ഗാൾട്ടൺ, 2 ഗ്രിഗർ മെന്റൽ, 3 ലാമാർക്ക്, 4 ഷോബിംഗർ, 5 ഡ്യൂഗ് ഡാൾട്ടർമാൻ, 6 ഹെൻറി ഗോദാർഡ്, 7 റിസ്മാൻ, 8 ചാൾസ് ഡാർവിൻ. ഈ കൊടുത്തിരിക്കുന്ന 8 വ്യക്തികളാണ് പ്രധാനപ്പെട്ട പാരമ്പര്യവാദികൾ എന്ന് അറിയപ്പെടുന്നത്. നമുക്കിതിൽ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഗ്രിഗർ മെന്റലിനെയും ഫ്രാൻസിസ് ഗാൾട്ടനെയാണ്. നമുക്ക് ഇവരെ രണ്ടുപേരെയും കേസുകൾ ആദ്യം നോക്കാം. ഞാൻ തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരു ഡെഫിനിഷൻ തന്നിരുന്നു. മാതാപിതാവിൽ നിന്നും വംശത്തിൽ നിന്നും പിതാമഹരിൽ നിന്നും ആർജിച്ചെടുത്തതാണ് പാരമ്പര്യം എന്ന്. ഈ ഡെഫിനിഷൻ പറഞ്ഞ വ്യക്തിയുടെ പേരൊന്ന് പറയാമോ? ആരായിരിക്കും ഇത് പറഞ്ഞത്? ഡഗ്ലസ് ഹോളണ്ട് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ഡെഫിനിഷൻ കൊണ്ടുവന്നത്. മാതാവിൽ നിന്നും പിതാവിൽ നിന്നും വംശത്തിൽ നിന്നും ആർജിച്ചെടുത്ത എല്ലാ സവിശേഷതകളുമാണ് പാരമ്പര്യം എന്ന ഡെഫിനിഷൻ കൊണ്ടുവന്ന വ്യക്തിയാണ് ഡഗ്ലസ് ഹോളണ്ട് എന്ന് പറയുന്ന വ്യക്തി. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി നമുക്ക് നോക്കേണ്ടത് ഗ്രിഗർ മെന്റലിലോട്ട് പോകാം. ഗ്രിഗർ മെന്റലിനെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഗ്രിഗർ മെന്റൽ. ഇദ്ദേഹം പരീക്ഷണം നടത്തിയത് ഏത് ചെടിയിലായിരുന്നു? തോട്ടപ്പയർ, ഗാർഡൻ പീ എന്ന് പറയുന്ന പൈസം സറ്റേവ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഗാർഡൻ പീ, തോട്ടപ്പയറിൽ പരീക്ഷണം നടത്തിയ വ്യക്തിയായിരുന്നു ഗ്രിഗർ മെന്റൽ. ഓക്കെ, ഇദ്ദേഹം പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ
പ്രധാനമായും തന്റെ തിയറികളിൽ ഉൾത്തിരിഞ്ഞു വന്നത് എത്ര തരം ക്യാരക്ടേഴ്സ് ആയിരുന്നു? ദാറ്റ് മീൻസ് എത്ര തരം ട്രേറ്റുകളായിരുന്നു? പ്രധാനമായും 7 തരം ട്രേറ്റുകളാണ്. അത് നമ്മൾ വളരെ ചർച്ചയെടുത്ത് അല്ലെങ്കിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ഹൈറ്റ്, വെയിറ്റ് അങ്ങനെയുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള ഫാക്ട്സുകളാണ് അതിൽ വരുന്നത്. 7 ക്യാരക്ടേഴ്സ് ആണ് അദ്ദേഹം തന്റെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന വേളയിൽ ഉൾത്തിരിഞ്ഞു വന്നതെന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? സമർത്ഥിക്കുന്നുണ്ട്. അടുത്തതായിട്ട് അദ്ദേഹം ഈ പറയുന്ന പരീക്ഷണം നടത്തുന്ന വേളയിൽ പ്രധാനമായിട്ടും 3 തിയറീസുകളാണ്, 3 സിദ്ധാന്തങ്ങളാണ് അദ്ദേഹം ഫോം ചെയ്തത്. ഏതൊക്കെയായിരുന്നു ആ തിയറീസ്? ലോ ഓഫ് സെഗ്രഗേഷൻ, ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസേർട്ട്മെന്റ്. മനസ്സിലാവുന്നുണ്ടോ? പ്രധാനമായും 3 തരത്തിലുള്ള ലോസ് ആണ് മെന്റൽ തന്റെ പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉൾത്തിരിഞ്ഞ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച 3 ലോസുകളായിരുന്നു ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസേർട്ട്മെന്റ്, ലോ ഓഫ് സെഗ്രഗേഷൻ. ഈ മുതലായ ഇത്തരത്തിലുള്ള 3 ലോസ് ആണ് തന്റെ തിയറി അല്ലെങ്കിൽ തന്റെ പരീക്ഷണ വേളയിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉൾത്തിരിഞ്ഞു വന്ന 3 സിദ്ധാന്തങ്ങൾ. ഈ 3 സിദ്ധാന്തങ്ങൾ നിങ്ങൾക്ക് വലിയ പ്രാധാന്യമായിട്ട് പഠിക്കാനില്ല. ഞാൻ ഇത് പറഞ്ഞ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, കം ടു ദ പോയിന്റ്. നമുക്കിനി പോയിന്റിലോട്ട് വരാം. ഗ്രിഗർ മെന്റല് പ്രധാനമായിട്ടും പാരമ്പര്യത്തിന് എത്ര നിയമങ്ങളായിരുന്നു സമർത്ഥിച്ചത്? ഗ്രിഗർ മെന്റല് പാരമ്പര്യത്തിന് കൊടുത്തത് എത്ര നിയമങ്ങളായിരുന്നു? ഈ ചോദ്യത്തിനുള്ള ഉത്തരം 3 ആണ്. എത്രയുണ്ടാ? 3 തരത്തിലുള്ള പാരമ്പര്യ നിയമങ്ങളാണ് നമ്മുടെ മെന്റല് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അടുത്തതായിട്ട് നമുക്ക് ഗ്രിഗർ മെന്റലിന്റെ 3 പാരമ്പര്യ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ നിയമത്തിന്റെ പേര് സമാനമായത് സമാനമായതിനെ ജനിപ്പിക്കുന്നു. സമാനമായത് സമാനമായതിനെ ജനിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേര് സാമ്യതാ നിയമം. ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വിളിക്കുന്ന പേര് സാമ്യതാ നിയമം. ദ ലോ ഓഫ് ലൈക്ക് ബി ഗെറ്റ്സ് ലൈക്ക്. രണ്ടാമത്തെ നിയമം വിചലന നിയമം അല്ലെങ്കിൽ വ്യതിയാന നിയമം. ദ ലോ ഓഫ് വേരിയേഷൻ. മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത് പ്രത്യാവർത്തന നിയമം. പ്രത്യാവർത്തന നിയമം, ദ ലോ ഓഫ് റിഗ്രഷൻ. ഈ 3 നിയമങ്ങളാണ് പാരമ്പര്യത്തിന് ഗ്രിഗർ മെന്റൽ കൊണ്ടുവന്ന നിയമങ്ങൾ. ഗ്രിഗർ മെന്റലിന്റെ ഒന്നാമത്തെ നിയമം പറയുന്നത് സാമ്യത നിയമമാണ്. ഒന്നാമത്തെ നിയമം സമാനമായത് സമാനമായതിനെ ജനിപ്പിക്കുന്നു. ദ ലോ ഓഫ് ലൈക്ക് ബി ഗെറ്റ്സ് ലൈക്ക്. എന്താണ് സാമ്യത നിയമം എന്ന് നമുക്ക് നോക്കാം. വേറെ ഒന്നുമില്ല, എടാ ബുദ്ധിശാലികളായിട്ടുള്ള പാരന്റ്സിന് ഉണ്ടാകുന്ന കുട്ടികൾ അതിബുദ്ധിശാലികളായിരിക്കും. എന്നാൽ ബുദ്ധിമാന്ദ്യമുള്ള രക്ഷിതാക്കൾക്ക് ജനിക്കുന്ന കുട്ടികൾ ബുദ്ധിമാന്ദ്യമുള്ളവരുമായിരിക്കാം എന്നിങ്ങനെ സമർത്ഥിക്കുന്ന ഗ്രിഗർ മെന്റലിന്റെ സിദ്ധാന്തമാണ് സാമ്യതാ നിയമം എന്ന് പറയുന്നത്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ തിയറിയുടെ പ്രശസ്തിയും അംഗീകാരവും നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു സിദ്ധാന്തമാണ് ഒന്നാമത്തെ സാമ്യതാ നിയമം എന്ന് പറയുന്നത്. ബുദ്ധിശാലികളായിട്ടുള്ള പാരന്റ്സിന് ബുദ്ധിശാലികളായ കുട്ടികളും ബുദ്ധിമാന്ദ്യമുള്ള പാരന്റ്സിന് ഉണ്ടാകുന്ന കുട്ടികൾ ബുദ്ധിമാന്ദ്യമുള്ളവരുമായിരിക്കും. നെക്സ്റ്റ് നോക്ക്, വിചലന നിയമം അല്ലെങ്കിൽ വ്യതിയാന നിയമം. ദ ലോ ഓഫ് വേരിയേഷൻ. വിചലന നിയമം അല്ലെങ്കിൽ വ്യതിയാന നിയമം. വേറെ അതെന്താണ് പറയുന്നത്? അച്ഛന്റെയും അമ്മയുടെയും തനിപ്പകർപ്പല്ല ഇവിടെ ജനിക്കുന്ന കുട്ടി. നമ്മൾ ആദ്യം പഠിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വ്യതിയാനം, വിചലനം എന്ന് വരുന്ന നിയമത്തിൽ പറയുന്നത്. അച്ഛന്റെ അമ്മയുടെ തനിപ്പകർപ്പല്ല. നിങ്ങൾ അവിടെ ഓർത്തു വെക്കേണ്ട ആ പദമാണ് തനിപ്പകർപ്പ്. തനിപ്പകർപ്പല്ല. അതായത് ബുദ്ധിമാന്ദ്യമുള്ള പാരന്റ്സ് ഇല്ലേ, ബുദ്ധിമാന്ദ്യമുള്ള പാരന്റ്സിൽ ഉണ്ടാകുന്ന കുട്ടികൾ എങ്ങനെയായിരിക്കുമോടാ? ബുദ്ധിമാന്ദ്യമുള്ളവർ. അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. ബുദ്ധിമാന്ദ്യമുള്ള പാരന്റ്സിന് ഉണ്ടാകുന്ന കുട്ടികള് ബുദ്ധിശാലികളും, എന്നാൽ ബുദ്ധിശാലികളായിട്ടുള്ള പാരന്റ്സിന് ജനിക്കുന്ന കുട്ടികൾ മേ ബി ബുദ്ധിമാന്ദ്യമുള്ളവരുമാകാം. ഇങ്ങനെ സമർത്ഥിക്കുന്ന സിദ്ധാന്തമാണ് വിചലന നിയമം അല്ലെങ്കിൽ വ്യതിയാന നിയമം എന്ന് പറയുന്നത്. ബുദ്ധിശാലികളായിട്ടുള്ള പാരന്റ്സിന് ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളും ബുദ്ധിമാന്ദ്യമുള്ളവർക്ക് ബുദ്ധിശാലികളും. നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ പഠിച്ചു വെച്ചാൽ മാത്രം മതി. രണ്ടാമത്തെ ലോ. മൂന്നാമത്തെ ലോയിലേക്ക് പോയേ, പ്രത്യാവർത്തന നിയമം. ദ ലോ ഓഫ് റിഗ്രഷൻ. ദാറ്റ് മീൻസ് ബുദ്ധിശാലികളായിട്ടുള്ള പാരന്റ്സിന് അല്ലെങ്കിൽ ജനിക്കുന്ന കുട്ടികൾ, ബുദ്ധിശാലികളായിട്ടുള്ളതോ അങ്ങനെയുള്ള അച്ഛനമ്മമാർക്ക്, ബുദ്ധിശാലികളായിട്ടുള്ള അച്ഛനമ്മമാർക്ക് ജനിക്കുന്ന കുട്ടികൾ ഒന്നുകിൽ അവരെക്കാൾ ബുദ്ധി കൂടുതലും ആയിരിക്കാം, അല്ലെങ്കിൽ കുറവുമായിരിക്കാം. മനസ്സിലായില്ലേ? പാരന്റ്സിനേക്കാൾ കൂടുതൽ ബുദ്ധി ഉള്ളതോ അല്ലെങ്കിൽ കുറച്ചോ അല്ലെങ്കിൽ അത്ര ബുദ്ധി ഇല്ലാത്തതോ, പാരന്റ്സിനേക്കാളും കുറച്ച് കൂടുതൽ ബുദ്ധിയുള്ള കുട്ടികളുമാകാം, അല്ലെങ്കിൽ അത്രത്തോളം വരാതെ ഇരിക്കാം, കൂടിയും കുറഞ്ഞും ഇരിക്കാം എന്നതാണ് പ്രത്യാവർത്തന നിയമത്തിൽ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 3 ലോസ് ആണ് നമ്മുടെ മെന്റൽ കൊണ്ടുവന്നത്. സാമ്യതാ നിയമം, വിചലന നിയമം, പ്രത്യാവർത്തന നിയമം. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ് പരിസരം അല്ലെങ്കിൽ പര്യാവരണം എന്നതാണ് നോക്കേണ്ടത്.
ഒരു വ്യക്തിയുടെ മേൽ സ്വാധീനം ചെലുത്തുന്ന എല്ലാ ബാഹ്യ ഘടകങ്ങളെയും വിളിക്കുന്ന പേരാണ് പരിസരം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ മേൽ സ്വാധീനം ചെലുത്തുന്ന എല്ലാ ബാഹ്യ ഘടകങ്ങളുമാണ് പരിസരം. ഇവിടെ നോക്കുക, പ്രധാനപ്പെട്ട പരിസരവാദികൾ ആരൊക്കെയെന്നാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ആള് കാന്റോളി. ആരാണ്? കാന്റോളി, JB വാട്സൺ, റൂസോ, ജോർജ് സ്പിയർ, ന്യൂമാൻ ആൻഡ് സ്കോഡക്. ഈ 6 പേരെയാണ് പ്രധാനപ്പെട്ട പരിസരവാദികൾ എന്ന് വിളിക്കുന്നത്. കാന്റോളി, JB വാട്സൺ, റൂസോ, ജോർജ് സ്പിയർ, ന്യൂമാൻ ആൻഡ് സ്കോഡക്. 6 പേരാണ് പരിസരവാദികളായിട്ട് അറിയപ്പെടുന്നത്. ഇതിൽ നമുക്ക് ആരെയൊക്കെ അറിയാം? നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള JB വാട്സൺ, റൂസോ മുതലായവരെയായിരിക്കും ഫെമിലിയർ ആയിട്ട് വരുന്നത്. JB വാട്സൺ ആരാണ്? ഒരു വ്യവഹാരവാദിയാണ്, ബിഹേവിയറിസ്റ്റ് ആണ് JB വാട്സൺ. JB വാട്സൺ എഴുതിയ ഒരു ഫേമസ് ബുക്കിന്റെ പേരാണ് ദ ബാറ്റിൽ ഓഫ് ബിഹേവിയറിസം. ദ ബാറ്റിൽ ഓഫ് ബിഹേവിയറിസം എന്ന കൃതിയുടെ വക്താവാണ് JB വാട്സൺ. ദ ബാറ്റിൽ ഓഫ് ബിഹേവിയറിസം. റൂസോ നമുക്കറിയാം, നാച്ചുറലിസത്തിന്റെ വക്താവാണ്. ബാക്ക് ടു നേച്ചർ, ദെൻ ഫ്രഞ്ച് വിപ്ലവം, ഇതുമായിട്ട് എല്ലാം അസോസിയേറ്റ് ചെയ്ത് വരുന്ന വ്യക്തിയാണ് റൂസോ. ഇനി നമ്മൾ ഇതിൽ നോക്കേണ്ട ആള് സ്കോഡക് ആണ്. മുൻ വർഷ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള വ്യക്തിയാണ് സ്കോഡക്. ഇങ്ങനെയായിരുന്നു ചോദ്യം: ദത്തുപുത്രന്മാരിൽ പഠനം നടത്തിയ പരിസരവാദി ആര്? ദത്തുപുത്രന്മാരിൽ പഠനം നടത്തിയ പരിസരവാദി ആര്? ഈ കൂട്ടത്തില് ആ ചോദ്യം ചോദിച്ചാൽ അതിനുള്ള ആൻസർ സ്കോഡക് ആണ്. സ്കോഡക് ആണ് ദത്തുപുത്രന്മാരിൽ പഠനം നടത്തിയ പരിസരവാദി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ നോക്കടാ, JB വാട്സൺ പറഞ്ഞ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഒരു വേർഡ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എനിക്ക് നിങ്ങളുടെ കുട്ടികളെ തരൂ, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളാക്കി തരാം. ഡോക്ടറോ എഞ്ചിനീയറോ വക്കീലോ ആരുമാകട്ടെ. നിങ്ങൾ എനിക്ക് നിങ്ങളുടെ കുട്ടികളെ തരൂ, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളാക്കി തരാം. ഡോക്ടറോ എഞ്ചിനീയറോ വക്കീലോ ആരുമാകട്ടെ. എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? നാളെ മുതൽ നമ്മൾ എല്ലാവരും നമ്മളുടെ കുട്ടികളെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വാട്സൺ അവരെ ഡോക്ടറും എഞ്ചിനീയറും ടീച്ചറും ഒക്കെ ആക്കി തരുമെന്നാണോ? ഒരിക്കലുമല്ല. ഒരു കുട്ടിക്ക് വേണ്ട വിധത്തിലുള്ള പാരിസ്ഥിതിക ചുറ്റുപാടും പരിസരവും, പഠിക്കാനുള്ള ഒരു പരിസരവും പ്രദാനം ചെയ്തു കഴിഞ്ഞാൽ അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവന് വളരാൻ സാധിക്കുമെന്നാണ് JB വാട്സൺ ഈ പറയുന്ന വേർഡിങ്ങിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പാരമ്പര്യവും പരിസരവും തമ്മിൽ ബന്ധം പുലർത്തുന്ന ഒരു സമവാക്യമാണ് അടുത്ത് തന്നിരിക്കുന്നത്. കേട്ടറ്റിന്റെ പരീക്ഷകളിലും LP UPയുടെ മുൻ വർഷ പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ള ഒരു മേഖല തന്നെയായിരുന്നു ഇതെന്ന് പറയുന്നത്. P = H × E എന്നതാണ് പാരമ്പര്യവും പരിസരവും തമ്മിൽ ബന്ധം പുലർത്തുന്ന സൂത്രവാക്യം. ഇവിടെ നോക്കുക, P = H × E. ഇവിടെ P എന്ന് പറഞ്ഞാൽ എന്താണ്? P എന്താണ്ടാ? P ഫോർ പേഴ്സണാലിറ്റി. P = പേഴ്സണാലിറ്റി, വ്യക്തിത്വം. H എന്താണ്? ഹെറിഡിറ്റി, പാരമ്പര്യം. E ഫോർ എൻവയോൺമെന്റ്, പരിസ്ഥിതി. ഓക്കെ ആണോ? P = H × E എന്നതാണ് പാരമ്പര്യവും പരിസരവും തമ്മിൽ ബന്ധം പുലർത്തുന്ന സമവാക്യം എന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പോകുന്ന ഭാഗം നമ്മുടെ പരിസ്ഥിതിയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഒന്നാമത്തെ ഫാക്ടർ സൂര്യപ്രകാശം, വായു, ജലം, പോഷകാഹാരം, കുടുംബ നിലവാരം, സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ, കുട്ടിയുടെ ജനനക്രമം മുതലായവയാണ് പരിസ്ഥിതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഒന്നുകൂടെ നോക്കാം നമുക്ക്. സൂര്യപ്രകാശം, വായു, ജലം, പോഷകാഹാരം, കുടുംബ നിലവാരം, സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ, കുട്ടിയുടെ ജനനക്രമം മുതലായവയാണ് പരിസ്ഥിതിയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്നത്. മക്കൈവർ ആൻഡ് പേജ് എന്ന് പറയുന്ന വ്യക്തിയുടെ അഭിപ്രായത്തില് പാരമ്പര്യവും പരിസരവും രണ്ടും അനിവാര്യമായ ഘടകങ്ങളാണ്. ഒന്നിന് ഒന്നില്ലാതെ നിലനിൽക്കാൻ സാധിക്കുകയില്ല. പരസ്പരം രണ്ടും അനിവാര്യവും പരസ്പരം രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് മക്കൈവർ ആൻഡ് പേജ്. മക്കൈവർ ആൻഡ് പേജിന്റെ അഭിപ്രായത്തിൽ പാരമ്പര്യവും പരിസരവും രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു, ഒന്നിനൊന്ന് അനിവാര്യമാണ്, പരസ്പരം ബന്ധപ്പെട്ട ഘടകങ്ങളാണ് പാരമ്പര്യമെന്നും പര്യാവരണമെന്നും പറഞ്ഞത് അല്ലെങ്കിൽ സമർത്ഥിച്ച വ്യക്തിയായിരുന്നു മക്കൈവർ ആൻഡ് പേജ്. ഓക്കെ, അപ്പൊ നമ്മുടെ പാരമ്പര്യവും പരിസരം എന്ന് പറയുന്ന മേഖല പൂർണ്ണമായിട്ടുണ്ട്. വളരെ കുറച്ച് ഇതിൽ പഠിക്കാനുള്ളൂ. ഇതിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് മുൻ വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ളതെന്ന് നമുക്ക് അടുത്ത് വരുന്ന ഒരു വീഡിയോയിൽ PSCയുടെ മുൻ വർഷ ചോദ്യങ്ങളിൽ നിന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ഓർമ്മ മറവി എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെയും അനലൈസ് ചെയ്തിട്ടില്ല. ഓർമ്മ മറവി, പാരമ്പര്യം, പരിസരം ഈ ടോപ്പിക്കുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുൻ വർഷങ്ങളിൽ PSC ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങളെ ഈ പറയുന്ന രണ്ട് ടോപ്പിക്കുകളെ ലിങ്ക് ചെയ്തുകൊണ്ട് ഒരൊറ്റ വീഡിയോ ആയിട്ട് മുൻവർഷ ചോദ്യങ്ങൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ
ഉടനെ തന്നെ വരുന്നതായിരിക്കും. സോ ഇന്ന് തന്നെ നിങ്ങൾ പോയി ഈ വീഡിയോ കാണുക, എല്ലാ നോട്ട്സും അപ്പോഴപ്പോഴുള്ളത് തന്നെ കളക്ട് ചെയ്തെടുക്കുക. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി, ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇതിനോടൊപ്പം വേണ്ട എല്ലാവിധ ചോദ്യങ്ങളും നിങ്ങളെ തേടി വരുന്നതായിരിക്കും. സോ 2 ക്ലാസ്സുകളുടെ ഒപ്പമുള്ള വീഡിയോകൾ ഒരുമിച്ച് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു.